ഇന്നലെ പുലർച്ചെ എനിക്ക് ഒരാൾ ഫോൺ ചെയ്തു. അവൻ വളരെ വിഷമിതനായിരുന്നു. ഒരു പ്രാർത്ഥനാ സംഘത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. പൊതുവിൽ ആ വ്യക്തി വളരെ വിശുദ്ധനായതായി തോന്നുന്നു, നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റുള്ളവരെ നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ വലിയ വിരുദ്ധതകൾ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ചോദിച്ചു, അച്ഛാ, ഒരാൾ മറ്റുള്ളവരെ നയിക്കുമ്പോൾ അവൻ രഹസ്യമായി മറ്റൊരു ജീവിതം നയിക്കുന്നത് എങ്ങനെ സാധ്യം? ഞാൻ ശ്രദ്ധയോടെ കേട്ടു. എന്നാൽ ഒരു കാര്യമാണ് എനിക്ക് വ്യക്തമായി മനസ്സിലായത്. ഇത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല, ഇത് നമ്മളെല്ലാവരെയും സംബന്ധിക്കുന്നതാണ്. കാരണം യഥാർത്ഥ ചോദ്യം അവൻ എങ്ങനെ ഇങ്ങനെ ആകുന്നു എന്നല്ലാത്ത ഞാനും ഇങ്ങനെ ആകുമോ എന്നെക്കൊണ്ടുപോലും അറിയാതെ എന്നതാണ്. ഒരു പ്രശസ്തമായ മലയാള സിനിമയുണ്ട്, ദൃശ്യം. മോഹൻലാൽ അഭിനയിച്ച ആ സിനിമയിൽ പ്രധാന കഥാപാത്രം വളരെ ശാന്തനും ആത്മവിശ്വാസമുള്ളവനും എല്ലാം നിയന്ത്രണത്തിൽ ഉള്ളവനുമായി തോന്നുന്നു. അവൻ എല്ലാം സൂക്ഷ്മമായി പദ്ധതിയിടുന്നു, എല്ലാം കൈകാര്യം ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൻ ശക്തനും ബുദ്ധിമാനും ഉറച്ചവനുമാണ്. പക്ഷേ അകത്ത് ആശങ്കയുണ്ട്, അകത്ത് ഭയമുണ്ട്, അകത്ത് മറച്ചുവെക്കാൻ കഴിയാത്ത ഒരു സത്യമുണ്ട്. ഇത് ഒരു സിനിമയുടെ കഥ മാത്രമല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. നമ്മൾ പുറത്തുനിന്ന് ശക്തരായി തോന്നാം, നല്ലതുപോലെ സംസാരിക്കാം, മറ്റുള്ളവരെ നയിക്കാം. പക്ഷേ സത്യത്തിൽ ദൈവത്തിൽ ഉറച്ചുനിൽക്കാത്തപക്ഷം നമ്മുടെ ഉള്ളിൽ ഒരു മറഞ്ഞ പോരാട്ടം ഉണ്ടാകും. നാം പലപ്പോഴും കരുതുന്നത് പാപം ദുർബലതയിൽ നിന്നാണ് വരുന്നതെന്ന്. എന്നാൽ പലപ്പോഴും അത് ഒരു വലിയ അപകടത്തിൽ നിന്നാണ് വരുന്നത്, തെറ്റായ ആത്മവിശ്വാസത്തിൽ നിന്ന്. ഞാൻ ശക്തനാണ്, ഞാൻ വീഴില്ലാട്ട, ഞാൻ വ്യത്യസ്തനാണ് എന്നതാണ് നമ്മുടെ ചിന്ത. എന്നാൽ ദൈവവചനം നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. നിൽക്കുന്നു എന്നു കരുതുന്നവൻ വീഴാതിരിക്കേണ്ടതെന്നു ജാഗ്രതയോടെ ഇരിക്കട്ടെ. അഹങ്കാരം നാശത്തിന് മുമ്പാണ് വരുന്നത്. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വാക്ക് പാലിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്നു അവനിൽ വസിക്കും. സ്നേഹം ഒരു വികാരം മാത്രമല്ല, അത് ബന്ധത്തിൽ നിലനിൽക്കുന്നതാണ്. അഥവാ ധനനവയാൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ നാം സുരക്ഷിതരാണ്. എന്നാൽ ആ ബന്ധം നഷ്ടപ്പെടുമ്പോൾ നാം നമ്മളിൽ മാത്രം ആശ്രയിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നാം ദുർബലരാകുന്നു. യേശു വ്യക്തമായി പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ച് അല്ല, ഒന്നും തന്നെ ഇല്ല. വിശുദ്ധന്മാർ ഇതിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ജീവിതം നമ്മുടെ സ്നേഹത്തിന്റെ ദിശയിലാണ് പോകുന്നത്. സ്വയം സ്നേഹിക്കുമ്പോൾ നാം താഴേക്ക് വീഴും, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം ഉയരും. വിശുദ്ധ തെരേസ ഓഫ് അവില പഠിപ്പിക്കുന്നത്, സ്വയം ആശ്രയിക്കുന്നത് ദൈവവുമായി ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സമാണ്. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നു, ദൈവത്തിൽ നിറയണമെങ്കിൽ ആദ്യം നമ്മളെ ശൂന്യമാക്കണം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഒരു ആഴത്തിലുള്ള മാറ്റമാണ്. സ്വയം ആത്മവിശ്വാസത്തിൽ നിന്ന് ദൈവത്തിൽ വിശ്വാസത്തിലേക്ക്, അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക്, നിയന്ത്രണത്തിൽ നിന്ന് സമർപ്പണത്തിലേക്ക്, മറ്റുള്ളവരെ വിധിക്കുന്നത് മുതൽ സ്വയം പരിശോധിക്കുന്നതിലേക്ക്. മറ്റുള്ളവരെ നോക്കി അവൻ തെറ്റാണ് എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ വിശുദ്ധി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, എന്നെ നോക്കണമേ, എന്നെ മാറ്റണമേ, എന്നെ നയിക്കണമേ. നമുക്ക് സത്യമായി സമ്മതിക്കാം, നമുക്ക് മറ്റുള്ളവരെ പൂർണ്ണമായി അറിയില്ല, നമ്മളെ തന്നെയും പൂർണ്ണമായി അറിയില്ലാത്ത. പക്ഷേ ഒരാളെ നമുക്ക് പൂർണ്ണമായി അറിയാം, യേശുക്രിസ്തുവിനെ, വാഗ്ദാനം ഒരിക്കലും ലംഘിക്കാത്തവനെ. ദൈവവചനം പറയുന്നു, നാം വിശ്വാസം നഷ്ടപ്പെട്ടാലും അവൻ വിശ്വസ്തനായി തുടരുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ സുരക്ഷ. അതിനാൽ ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എന്റെ ആത്മവിശ്വാസം എവിടെയാണ്? എന്റെ ശക്തിയിലോ, എന്റെ പ്രതിച്ഛായയിലോ, മറ്റുള്ളവർ കാണുന്നതിലോ, അല്ലെങ്കിൽ കർത്താവിലോ? കാരണം ഒരൊന്നാണ് ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്താത്തത്. ആമേൻ.